ഹായ് ഫ്രണ്ട്സ്, ടെക്കോണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഓട്ടോമേഷൻ എന്നാണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ PLCയെ പറ്റിയൊക്കെ വീഡിയോസ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു ഓട്ടോമേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓട്ടോമേഷൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്താണ് ഓട്ടോമേഷൻ, അങ്ങനെ ഓട്ടോമേഷനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോമേഷൻ എന്താണ് എന്നാണ്. ഓട്ടോമേഷൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ശരിക്കും ഓട്ടോമേഷൻ എന്താണെന്ന് പറഞ്ഞ് അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ഓട്ടോമേഷൻ നമുക്ക് മൂന്നായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയാം, പിന്നീട് നമുക്ക് ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയാം, പിന്നീട് നമുക്ക് മൂന്നാമത് ഹോം ഓട്ടോമേഷൻ എന്നും പറയാം. അപ്പം 3 തരത്തിലുള്ള ഓട്ടോമേഷനുകൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കാറുണ്ട്. അപ്പം 3 തരത്തിലെ മൂന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാനൊന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ തന്നെ പറയുക എന്തായിരിക്കും ഓട്ടോമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന ഫീൽഡ് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുമാത്രം സ്കോപ്പ് ഈ ഫീൽഡിലുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഒരു അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ ഉണ്ട്, അത് ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യമായിരിക്കാം. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാകും, കുറേയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെയോ നടക്കുന്നതായിരിക്കാം ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനകത്ത് വരുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിക്കോട്ടെ. പണ്ട് കാലത്ത് സോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, അതിൻ്റെ മറ്റേ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് മാനുവലി ആൾക്കാർ മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് അത് അതിൻ്റെ എന്തെങ്കിലും മോൾഡിൽ വെച്ച് ഓരോരോ പീസാക്കി അതിനുശേഷം അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഇത് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പണ്ട് കാലത്ത് ഓരോരോ ടീമുകളായിരിക്കും. ഇപ്പം മിക്സ് ചെയ്യാനൊരു ടീം കാണും, അത് കഴിഞ്ഞ് മോൾഡിൽ ഇറക്കാനൊരു ടീം കാണും, അതിനെ കട്ട് ചെയ്യാനൊരു ടീം കാണും, കട്ട് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്യാനായിട്ടൊരു ടീം കാണും. കുറേ ആൾക്കാരുടെ എഫേർട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ, അപ്പോൾ ഒരു ദിവസം ഒരാളിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സോപ്പ് എന്ന് പറയുന്നത് 100 എണ്ണം ആയിരിക്കും. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള സമയം അതൊക്കെ കുറച്ചും കൂടെ ദൈർഘ്യം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എങ്ങനെയായിരിക്കും ഒരു സോപ്പ് ഉണ്ടാക്കുക, ഒരു അത്യാവശ്യം നല്ലൊരു ഫാക്ടറിയിൽ എങ്ങനെയായിരിക്കും സോപ്പ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടൊരു ഫാക്ടറി ആണെങ്കിൽ, നമ്മുടെ സർഫ് എക്സൽ പോലത്തെ സോപ്പൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന പോലത്തെ റെഡി മിക്സ് പോലത്തെ ഒരു ഇത് കാണാം, ഒരു വലിയൊരു കണ്ടെയ്നർ പോലത്തെ സാധനം, അതിനുള്ളിൽ ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഗ്രൈൻഡറൊക്കെ പോലെ കറങ്ങുന്ന സാധനമുണ്ട്. അപ്പോൾ അതിലേക്ക് റോ മെറ്റീരിയൽസ് ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് ഇപ്പം സെമി ഓട്ടോമേറ്റഡ് ആണെങ്കിൽ അത് ചിലപ്പോൾ മാനുവലായിട്ട് ആൾക്കാരായിരിക്കും ഇത്ര ABCD ആണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് എങ്കിൽ ഇത്ര A ഇടും, ഇത്ര B ഇടും, ഇത്ര C ഇടും, അങ്ങനെ ഇടും. ഇനി അത് ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അത് മാനുവലി ആയിരിക്കില്ല, ഓട്ടോമേറ്റഡ് ആയിട്ടായിരിക്കും അത് ഇടുന്നതും. അതിന് നമ്മൾ സ്കാഡ സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. സ്കാഡ സിസ്റ്റത്തിൽ റെസിപ്പി എന്നൊരു ഫീച്ചറുണ്ട്. ആ റെസിപ്പി അനുസരിച്ചിട്ട് നമുക്ക് നേരത്തെ ഫിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഇപ്പോൾ 1000 കിലോയുടെ സോപ്പാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇത്ര A ഐറ്റം ഉണ്ടായിരിക്കണം അതിനകത്ത്, അതനുസരിച്ച് അതിനകത്തോട്ട് വന്ന് വീഴും. B ഇത്ര എണ്ണം ഉണ്ടായിരിക്കണം, C ഇത്ര എണ്ണം ഉണ്ടായിരിക്കണം, D ഇത്ര ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ വന്ന് വീണതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്ത് അതും ഒരു ടൈമിംഗ് ആണ്. ഇത്ര നേരം ഇത് കറങ്ങുക, 1/2 മണിക്കൂർ കറങ്ങി കഴിയുമ്പോൾ മിക്സ് ആകുമെന്ന് നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മിക്സ് ആയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റേജിലേക്ക് വരികയും അവിടെ അത് മോൾഡിൽ വരികയും മോൾഡിൽ ഹീറ്ററൊക്കെ വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് നേരെ കവറിനകത്താക്കി നേരെ വന്ന് വീഴും. നമ്മുടെ കാർഡ്ബോർഡ് അല്ലെങ്കിൽ കണ്ടെയ്നർ, നമ്മുടെ കാർഡ്ബോർഡ് പെട്ടിയിലൊരു വീഴുന്നൊരു ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നിടത്ത് 1-2 പേര് നിന്നിട്ട് അതിനെ 12 സോപ്പ് ഒരു കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് 2 പേര് ഇട്ടിട്ട് കാർഡ്ബോർഡ് കൂട്ടി, അങ്ങനെയാണ് നമുക്ക് ഈ സോപ്പ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇത്ര ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് മെഷീൻസിൻ്റെയും ഒരുപാട് കാര്യങ്ങളുടെയും സഹായത്തോടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇന്നുണ്ടാക്കുന്ന ചിലപ്പം സോപ്പ് എന്ന് പറയുന്നത് 10,000-1 ലക്ഷം സോപ്പ് വരെയൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നത് അന്നത്തെക്കാളും ഒരുപാട് കുറവായിരിക്കും. പിന്നീടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി പറഞ്ഞു. അതുപോലെ തന്നെയുള്ളതാണ് പ്രിസിഷൻ അല്ലെങ്കിൽ ആക്യുറസി അല്ലെങ്കിൽ എറർ. 0% എറർ അല്ലെങ്കിൽ 0.11% ആയിരിക്കും എറർ ഉണ്ടാകുക. പണ്ട് കാലത്ത് ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കൂടിപ്പോയാൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വരും, സെറ്റ് ചെയ്യാതെ ചെയ്യാം, പാക്ക് ചെയ്യുമ്പോൾ കൂടിപ്പോകാം, കുറഞ്ഞു പോകാം. അപ്പോൾ ഈ എററൊക്കെ ഇന്ന് ഇല്ലാതായി ഈ ഓട്ടോമേഷൻ വന്നതുകൊണ്ട് തന്നെ.
അപ്പം ഇതൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഒരു സെക്ടറിലുള്ള എക്സാമ്പിളാണ്. വേറെ എന്തെങ്കിലും ഒരു സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബിവറേജിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ നമ്മൾ ബിവറേജ് എന്ന് പറഞ്ഞാൽ ലിക്കർ മാത്രമല്ല നമ്മുടെ കൊക്കക്കോള, പെപ്സി, മിനറൽ വാട്ടർ എല്ലാം അത് നോക്കിയാലും അവിടെ പണ്ട് എങ്ങനെയായിരുന്നു, ഒരു പഴയ കുപ്പിയാണെങ്കിൽ അത് കഴുകിയതിന് ശേഷം അത് ഫില്ല് ചെയ്ത് അതിന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. അപ്പം ഒരു കൊക്കക്കോളയാണ് അല്ലെങ്കിൽ ഒരു ഫാൻറ്റ ആണെങ്കിൽ അതിൻ്റെ മിക്സ്ചർ ഇത്ര വെള്ളം, ഇത്ര പൊടി, ഇത്ര ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് അത് ഓരോന്നും കുപ്പിയിലോട്ടാക്കി അടച്ച് പാക്ക് ചെയ്ത് വരുമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊരു മെഷീനറി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമേഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടറിയിലാണെങ്കിൽ, ഓട്ടോമേറ്റഡ് ഫാക്ടറി ആണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കുപ്പികൾ കഴുകി വരും. കൺവെയർ ബെൽറ്റ്സിൻ്റെ ഒക്കെ ഉപയോഗത്തിലൂടെയാണ് കൺവെയർ വരും. നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പി വെച്ചിട്ട് സ്കാഡ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മിക്സ്ചർ, ഇപ്പം 1000 ലിറ്റർ ഇതിൻ്റെ ആണ് നമ്മൾ കലക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം വേണം, ഇത്ര ഇത് വേണം, ഓട്ടോമാറ്റിക്കലി അത് സെറ്റാണ്. അതനുസരിച്ച് ആ ടാങ്കിലേക്ക് ഇത്രയും വരും, അത് മിക്സ് ചെയ്യും. അതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഫില്ല് ചെയ്യും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കുപ്പികൾ വന്നുകൊണ്ടിരിക്കും, അതിലേക്ക് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞ് ക്യാപ്പിങ് ചെയ്യും. ക്യാപ്പിങ്ങിന് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റിക്കറിങ് ചെയ്യും. സ്റ്റിക്കറിങ് ചെയ്തതിന് ശേഷം നേരെ വന്ന് നമ്മുടെ ഇതിലേക്ക് പാക്കേജിങ്ങിലേക്ക് വരും. എന്നിട്ട് അത് ലോജിസ്റ്റിക്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫീൽഡിലും അത് അതിൻ്റെ പ്രിസിഷൻ കൂടി, പ്രൊഡക്ടിവിറ്റി കൂടി, എഫിഷ്യൻസി കൂടി എല്ലാം കൂട്ടുവാൻ സാധിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇ-കൊമേഴ്സ് സെക്ഷൻ ആണെങ്കിൽ അവിടെയും ഇപ്പം നമ്മൾ ഒരു സാധനം ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇത് ഇൻവെൻട്രിയിൽ നിന്ന് സാധനം എടുത്ത് അത് പാക്ക് ചെയ്ത് കൺവെയർ ബെൽറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ലോജിസ്റ്റിക്സിലേക്ക് വന്ന് അവിടെ ചിലപ്പോൾ സോർട്ടേഷൻ നടക്കുന്നുണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലോട്ടുള്ള സാധനമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കേരളത്തിലേക്ക് ബിന്നിലേക്ക് വരികയും അങ്ങനത്തെ രീതിയിൽ സോർട്ടേഷൻ ചെയ്ത് അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്താൻ സാധിക്കുന്നു ഈ ഓട്ടോമേഷൻ കാരണം. അതല്ല ഇപ്പോൾ ഓട്ടോമേഷൻ ഇല്ല, മാനുവലായിട്ടാണെങ്കിൽ ഇപ്പം കേരളത്തിലുള്ള പാഴ്സലും ആൾക്കാർ നോക്കിയിട്ട് ഇത് സോർട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിലോട്ടുള്ള പാഴ്സലാകുമ്പോൾ പോകുന്നത് ഡൽഹിയിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എററൊക്കെ ഇപ്പം മാറിക്കിട്ടി. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ 3 ഡിഫറെൻറ്റ് സെക്ടേഴ്സിലുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതുപോലെയാണ് പല ഇൻഡസ്ട്രീസ്, ഫുഡ് ഇൻഡസ്ട്രീസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലായാലും ഇതുപോലെ പല പല എക്സാമ്പിൾസ് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഓട്ടോമേഷൻ വന്നതിന് ശേഷമുള്ള മാറ്റവും ഓട്ടോമേഷൻ വരുന്നതിന് മുമ്പുള്ള മാറ്റവും. ഇനി ഈ ഓട്ടോമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ഓട്ടോമേഷനകത്ത് മെയിൻ വരുന്ന ഭാഗം എന്ന് പറയുന്നത് PLC ആണ്. PLC എന്ന് പറയുന്നത് മാസ്റ്റർ ഡിവൈസ് അല്ലെങ്കിൽ ഒരു കൺട്രോളർ, PLC, PID എന്തെങ്കിലും കൺട്രോളർ ആയിരിക്കാം. അപ്പം ആ കൺട്രോളർ കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ മോണിറ്ററിങ്ങും കൺട്രോളിങ്ങുമായിട്ട് സ്കാഡ കാണാം, HMI കാണാം. പിന്നീട് ഇതിനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് റിലേകൾ കാണാം, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് സെൻസേഴ്സ്, ലൈറ്റുകൾ അല്ലെങ്കിൽ അലാറംസ്, എൻകോഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, VFDs, ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ഫോമാണ് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് PLC, സ്കാഡ, HMI, എൻകോഡർ, ഡ്രൈവ്, VFD, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ കയറി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓട്ടോമേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അടുത്തൊരു കേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹോം ഓട്ടോമേഷനിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഹോം എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വാഷ്റൂം അല്ലെങ്കിൽ ഒരു ഹാള് ആണെന്ന് വെക്കുക, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നമുക്ക് ആ ലൈറ്റ് ഇടണമെങ്കിൽ നോർമലായിട്ട് മാനുവലായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് സ്വിച്ച് ഇടുക, ഓഫ് ചെയ്യുക, അത് ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്യുക. അത് നമ്മൾ ഓട്ടോമേറ്റഡ് ആക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കാം, ഒന്നെങ്കിൽ ഒരു സെൻസർ കാണും, നമ്മൾ ആൾ വരുമ്പോൾ ഡിറ്റക്ട് ചെയ്യാനൊരു സെൻസർ ഉണ്ടെന്ന് കരുതുക. ഇനി അത് ഞാനൊരു വയറിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിച്ച് ഉണ്ട്, സ്വിച്ചിൽ നിന്ന് ബൾബിലേക്ക് ഒരു വയർ പോകുന്നതെന്ന് വെച്ചാൽ ഒറ്റ വയർ പ്രതീക്ഷ മതി, ഫേസ്. അപ്പോൾ അതിൻ്റെ ആ ഇടയ്ക്ക് നമ്മളൊരു സെൻസറിൻ്റെ NO കോൺടാക്റ്റ് എടുത്ത് വെച്ചു. അപ്പോൾ ആ സെൻസർ എന്ത് ചെയ്യും, ഒരു റൂമിലേക്ക് ആൾ വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് ആ NO എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ എന്ന് പറയുന്ന കോൺടാക്റ്റ് ക്ലോസ് ആവും. ക്ലോസ് ആയതിനു ശേഷം ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും അവിടുത്തെ ലൈറ്റ് കത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ആൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അതുപോലെ ക്ലോസ് ആയ സർക്യൂട്ട് വീണ്ടും ഓപ്പൺ ആവുകയും അവിടുത്തെ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. അപ്പം ഇവിടെ ഒരു ഓട്ടോമേഷൻ വന്നതുകൊണ്ടുള്ള ഗുണം എന്തുവാണ്, ഇപ്പോൾ നമ്മളൊരു എനർജി സേവിങ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഉപകാരമുണ്ട്. കാരണം നമ്മൾ അല്ലെങ്കിൽ വന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും, ചിലപ്പോൾ ഓൺ ചെയ്യും, വന്നിട്ട് ഓഫ് ചെയ്യാതെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നേരം അത് ഓൺ ആയിരിക്കേണ്ട വരാം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും, ഓഫ് ആകും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം, അതുപോലെ തന്നെ എനർജി സേവ് ചെയ്യാം. അതുപോലെ
ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അത് നമ്മുടെ ബൾബിൻ്റെ ആയാലും ലൈഫ് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഓട്ടോമേഷൻ വന്നതുകൊണ്ട് വന്നു. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ഹോം ഓട്ടോമേഷൻ. അപ്പോൾ ഹോം ഓട്ടോമേഷനിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. അതിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ TV, ഫ്രിഡ്ജ്, AC ഇതൊക്കെ നമുക്കിപ്പം ഒരു IoT ഡിവൈസ് വെച്ച് അല്ലെങ്കിൽ IoT ബേസ്ഡ് ആയിട്ട് നമുക്ക് ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടെക്നോളജി ഡെവലപ്പായി. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ്, CCTV, അങ്ങനെ അലാറംസ്, സേഫ്റ്റി, ഇതിലൊക്കെ നമ്മളിപ്പം ഓട്ടോമേറ്റഡ് ആയിട്ട് ഹോമും വീടുകളിലേക്കും ഓട്ടോമേഷൻ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹോം ഓട്ടോമേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഓഫീസ് ഓട്ടോമേഷനിലേക്ക് വരികയാണെങ്കിൽ ഓഫീസ് ഓട്ടോമേഷനും ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഓഫീസിലെ പ്രോസസ്സ് എന്താണോ സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ നമുക്ക് ഓഫീസ് ഓട്ടോമേഷൻ ചെയ്തു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പ്രിൻ്റർ, ഹൈ സ്പീഡ് പ്രിൻ്റർ ചിലപ്പം ഒരു പരിധി വരെ ഓഫീസ് ഓട്ടോമേഷൻ്റെ എക്സാമ്പിളാണ്. അതല്ലാതെ ഇത്തിലൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം പോസ്റ്റ് ഓഫീസിലൊക്കെ സ്റ്റാമ്പ് അടിക്കുന്നതിന് ഫ്രാങ്കിങ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഓരോ സ്റ്റാമ്പ് ഒട്ടിക്കുക അല്ലെങ്കിൽ ഇത് സീലടിക്കുന്ന ഒരു മാനുവൽ പ്രോസസ്സായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇത് കറക്റ്റ് ആ ലെറ്ററിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ രൂപ എത്രയാണെന്ന് ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്റ്റാമ്പ് അതിൽ പ്രിൻറ്റ് ചെയ്യും. അതിപ്പം ഒരു മണിക്കൂർ 10,000 ലെറ്റേഴ്സ് വരെയൊക്കെ ആയിരിക്കും സ്റ്റാമ്പ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഒരുപാട് വ്യത്യാസം വന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ നോക്കുവാണെങ്കിൽ ഡിവോഴ്സിങ് മെഷീൻസ് ഉണ്ട്, ക്രഷേഴ്സ് ഉണ്ട്, ഒരുപാട് പുതിയ പുതിയ മെഷീൻസ് ഉണ്ട് നമുക്ക് ഓഫീസ് ഓട്ടോമേറ്റഡ് ആക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ മൂന്ന് ഓട്ടോമേഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ. അപ്പോൾ ഇനി ഇതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതും പറയാം. അതായത് ഇന്നത്തെ എനർജി മീറ്റർ പോലും, സ്മാർട്ട് എനർജി മീറ്റേഴ്സ് പോലും IoT ബേസ്ഡ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഓട്ടോമേഷൻ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയും എന്താണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്? ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരു റോ മെറ്റീരിയൽ ഉണ്ട്, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിനിടയ്ക്ക് കുറേ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യാൻ മാൻ പവർ കുറച്ച് ഓട്ടോമേറ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ മെഷീൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നല്ല സ്കോപ്പുള്ള ഫീൽഡാണെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇനി ഇത് പഠിക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പല സ്പെസിഫിക് ഫീൽഡുകളാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇത് പഠിക്കാൻ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു PLC പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എല്ലാം അറിയാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ PLCയും ഡ്രൈവും ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസസും എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പഠിക്കാം. ഇനി അത് പഠിച്ചതിന് ശേഷമുള്ള ജോലിയുടെ അവസരമാണെങ്കിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വരുന്ന കാലങ്ങളിൽ ഓട്ടോമേഷൻ വളരെയധികം സ്കോപ്പുള്ള ഫീൽഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇന്ത്യയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മാൻ പവർ അവൈലബിലിറ്റിക്ക് പഞ്ഞമില്ലാത്തത് കൊണ്ട് തന്നെ പലരും മെഷീനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓട്ടോമേഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ മടിക്കുന്നുണ്ട്. വലിയ വലിയ കമ്പനീസ് മാത്രമാണ് ഇപ്പോൾ സ്വിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇനിയും വരുന്ന കാലത്ത് അത് ഇപ്പം ഇന്നത്തെ അൺസ്കിൽഡ് ലേബേഴ്സിൻ്റെ മാറി എങ്ങനെ നോക്കിയാലും സ്കിൽഡ് ലേബേഴ്സ് വരുന്നൊരു കാലമായിരിക്കും. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് ഉള്ളിടത്തോളം കാലം അപ്പം അവർ ഓട്ടോമേഷനിലേക്ക് പോവുകയും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓട്ടോമേഷൻ മെഷീൻസിൻ്റെയും അല്ല അതിൻ്റെ സിസ്റ്റത്തിൻ്റെയും ഒക്കെ ആവശ്യകതകൾ കൂടുകയും ഈ ഓട്ടോമേഷൻ ബേസ്ഡിൽ നിൽക്കുന്നവർക്കെല്ലാം നല്ല ജോലി സ്കോപ്പും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ നോക്കുമ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സ്കോപ്പാണ്. ഒരു കരിയർ ഗ്രോത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമ്മളൊരു മെഷീൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു ഡിസൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ്. പിന്നീട് ഇന്ന് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി മാർക്കറ്റിൻ്റെ അനുസരിച്ച് ഒരു ഓട്ടോമേഷൻ സ്കോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു തുടക്കക്കാരന് കിട്ടുന്ന സാലറി വളരെ കുറവായിരിക്കും. പക്ഷേ ആ ആൾ ലോജിക്കലിയും അല്ലെങ്കിൽ എക്സ്പീരിയൻസും അറിവും നേടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനും ഓട്ടോമേഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തുടക്കകാലത്ത് നമുക്ക് അറിവ് നേടാനുള്ള രീതിയെ മാത്രം കണ്ടാൽ മതി ഓട്ടോമേഷൻ ഫീൽഡ്. വലിയൊരു സാലറി മോഹിച്ച് ഓട്ടോമേഷനിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് സങ്കടപ്പെടേണ്ടി വരും. പക്ഷേ ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഇത് പഠിക്കുവാനും നല്ല രീതിയിൽ ഇതിന് കരിയർ ഗ്രോത്ത് ഉണ്ടായി വരുവാനും സാധിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഓട്ടോമേഷനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.